എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ ചലഞ്ചുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓർഗനൈസേഷൻ ചലഞ്ചിൻ്റെ 8ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നിങ്ങളൊക്കെ ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രസ്സൊക്കെ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ 8ാമത്തെ ദിവസത്തിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് കുർത്തകളാണ്. കുർത്തകളെ എങ്ങനെ ഭംഗിയായിട്ട് മടക്കി ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കുറഞ്ഞ സ്പേസിൽ, ഒരുപാട് സ്ഥലമൊന്നും എടുക്കാതെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് എങ്ങനെ ഒരുപാട് കുർത്തകൾ മടക്കി അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ അലക്കൊക്കെ കഴിഞ്ഞ് കുർത്തകളൊക്കെ മടക്കാനായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ മടക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ മടക്കുന്ന രീതിയിൽ മടക്കി വയ്ക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ മടക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മടക്കുന്ന പരിപാടി പെട്ടെന്ന് കഴിയും. ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഒന്നെടുക്കുമ്പോൾ മറ്റത് താഴേക്ക് വീഴും, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലം അതിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടും. പിന്നെ ഡ്രസ്സുകളൊന്നും വൃത്തിയായിട്ടൊന്നും ഇരിക്കില്ല, കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ മടക്കുന്നതാണ്, ഇതുപോലെ കുർത്ത എടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തു നിന്നും രണ്ടറ്റവും, അതായത് രണ്ട് കൈയും കൂടി ചേർത്ത് നടുക്കിലേക്ക് ആക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കും. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, ഒട്ടും സമയമൊന്നും വേണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടൊക്കെ നമ്മൾ മടക്കിയെടുക്കും. ഇതുപോലെ ചെയ്യാം. പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ അലമാരിയിൽ വെക്കുമ്പോൾ ഒരുപാട് സ്ഥലം വേണം. പിന്നെ ഡ്രസ്സുകൾക്കൊക്കെ അത്ര നീറ്റായിട്ടും പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമ്മളിത് അടക്കി വെക്കുമ്പോൾ അടിയിലത്തെ എടുക്കുമ്പോൾ മുകളിലത്തെ മറിഞ്ഞ് വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ മെത്തേഡ് ഞാൻ അത്ര അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസിങ് എക്സ്പേർട്ടായ മേരി കോണ്ടോൻ്റെ കൊൺമാരി മെത്തേഡാണ്. അപ്പോൾ വളരെ സിമ്പിളാണിത്. അപ്പോൾ കുർത്ത നന്നായിട്ട് നിവർത്തിയിടുക. അതിനുശേഷം നമ്മളുടെ ഒരു സൈഡ്, കുർത്തയുടെ ഒരു സൈഡ് എടുത്തിട്ട് നടുക്കിലേക്ക് മടക്കുക. അപ്പോൾ ഒരു ക്വാർട്ടർ ഭാഗം, അതൊരു കാൽ ഭാഗത്തോളം നടുക്കിലേക്ക് മടക്കുക. എന്നിട്ട് കൈ നേരെ വെച്ച് കൊടുക്കുക. കൈ ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ആ സ്ലീവിൻ്റെ ഭാഗം വീണ്ടും ഒന്ന് മടക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ കാൽഭാഗവും ചെയ്യുക. അപ്പോൾ അടുത്ത കാൽഭാഗം നടുക്കിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ സ്ലീവ് ചെയ്തതുപോലെ തന്നെ ഈ സ്ലീവും ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കുർത്തകൾ മടക്കിയെടുക്കാം. അതിനുശേഷം താഴത്തെ ഭാഗം നടുവിലേക്ക് മടക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം മുകളിലേക്ക് മടക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് മടക്കാം. വീണ്ടും ഒന്ന് മടക്കിയിട്ട് റോൾ ചെയ്യുന്ന മെത്തേഡിൽ ഇതാ ഇങ്ങനെ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് മറിഞ്ഞ് വീഴാൻ പാടില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഇരിക്കണം. ആ ഒരു രീതിയിൽ വേണം ഇത് മടക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫോൾഡിങ് മെത്തേഡിനെ അറിയപ്പെടുന്നത് കോൺമാരി മെത്തേഡ് എന്നാണ്. മേരി കോണ്ടോ എന്ന് പറഞ്ഞ ജാപ്പനീസ് ഓർഗനൈസിങ് വിദഗ്ധയാണ് ഈ മെത്തേഡ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡ് അവരുടെ പേരിൽ കോണ്ടോസ് മെത്തേഡ് അല്ലെങ്കിൽ കോൺമാരി മെത്തേഡ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ അടക്കി വെക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡ് നോക്കാം. ഏകദേശം കോൺമാരി മെത്തേഡായിട്ട് സിമിലർ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കാൽഭാഗം മടക്കിയെടുത്തു. പക്ഷേ നമ്മൾ സ്ലീവ് മടക്കുന്നതിൽ വ്യത്യാസമുണ്ട്. സ്ലീവ് നമ്മൾ ഇതിൽ താഴേക്കാണ് മടക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സൽവാർ അല്ലെങ്കിൽ കുർത്തകളൊക്കെ മടക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, സ്ലീവ് ഇങ്ങനെ പൊങ്ങി നിൽക്കും, അത്ര പെർഫെക്റ്റായിട്ട് വരില്ല. പ്രത്യേകിച്ച് ഷിഫോൺ അല്ലെങ്കിൽ ജോർജറ്റ് പോലുള്ള മെറ്റീരിയലിലേക്കാണ് സ്ലീവ് നമ്മൾ താഴേക്ക് മടക്കുന്നതെങ്കിൽ അതത്ര പെർഫെക്റ്റായിട്ട് നിൽക്കില്ല. പക്ഷേ കോട്ടൺ പോലുള്ള മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പാർട്ടി വെയർ ഡ്രസ്സുകൾ, അതുപോലെ വർക്കുകളൊക്കെ ഉള്ള കുർത്തകളൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ മടക്കിയിട്ട് അലമാരിയിൽ ഇതുപോലെ തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ മറ്റേ മേരി കോണ്ടോ മെത്തേഡിൻ്റെ അല്ലെങ്കിൽ കോൺമാരി മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ അത് റോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ അലമാരിയിൽ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ താഴത്തെ അല്ലെങ്കിൽ ഇടയിലത്തേക്ക് എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ എല്ലാം കൂടി താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുത്തിമറിഞ്ഞ് വീഴാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. പിന്നെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ എടുക്കുന്ന ഡ്രസ്സുകൾ ഇങ്ങനെ വെക്കാം. പാർട്ടി വെയർ അല്ലെങ്കിൽ വർക്കുകളൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഇതുപോലെ നമുക്ക് മടക്കി വെക്കാവുന്നതാണ്. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുന്ന കുർത്തകളൊക്കെ നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ ധൃതി പിടിച്ചെടുക്കുമ്പോൾ ഇതെല്ലാം കൂടി മറിഞ്ഞ് വീഴാനുള്ള സാധ്യത കൂടും.
അപ്പം ഞാൻ ഇതുപോലുള്ള ബാസ്ക്കറ്റിലാണ് ഡ്രസ്സുകൾ അറേഞ്ച് ചെയ്ത് വെക്കാറ്. അപ്പോൾ ഈ ബാസ്ക്കറ്റ് നമുക്ക് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടകളിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് 165 രൂപയാണ് വിലയായത്. അപ്പോൾ നമുക്ക് ഈ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഡ്രസ്സുകൾ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മടക്കിയ രീതിയിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് നിവർത്തി വേണമെങ്കിലും വെക്കാം. അപ്പോൾ നിവർത്തി വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ആ ഒരു രീതിയിൽ വെക്കാം. പക്ഷേ ഏറ്റവും അടിയിലത്തെ ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ എല്ലാ ഡ്രസ്സും പുറത്തെടുത്ത് വെക്കേണ്ടി വരും. മാത്രമല്ല എത്ര ഡ്രസ്സ് അതിൻ്റെ ഉള്ളിലുണ്ട് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതേസമയം നമ്മൾ ഈ കോൺമാരി മെത്തേഡിൽ അടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രസ്സുകൾ എടുക്കാനായിട്ട് ഈസിയാണ്. നമുക്ക് എല്ലാ ഡ്രസ്സും ഒരേ സമയം കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ഈ ബാസ്ക്കറ്റ് വാങ്ങുമ്പോൾ നിങ്ങളുടെ അലമാരിയുടെ വലുപ്പം നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. അതുപോലെ ബാസ്ക്കറ്റ് ഒരുപാട് ഹൈറ്റുള്ള ബാസ്ക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഈ ബാസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ കുറച്ച് സ്പേസ് കൂടുതലായിട്ടുള്ളതായിട്ട്, അതായത് മുകൾ ഭാഗത്തും കുറച്ച് സ്പേസ് കാലിയായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ഡ്രസ്സുകൾ ഇതുപോലെ കോൺമാരി മെത്തേഡിൽ ഫോൾഡ് ചെയ്ത് വെക്കും. അല്ലാത്ത ഇതുപോലത്തെ വർക്കുകളൊക്കെ ഉള്ള കുർത്തകളൊക്കെ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ഏറ്റവും അടിയിലായിട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കോൺമാരി മെത്തേഡിൽ ഫോൾഡ് ചെയ്ത ഡ്രസ്സുകൾ എടുത്ത് വെക്കും. അപ്പോൾ സ്പേസ് കുറച്ചും കൂടി ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ബാസ്ക്കറ്റിൻ്റെ സ്ഥലമൊന്നും വെറുതെ കളയേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് താഴത്തെ ആ കുർത്തയുടെ മുകളിലായിട്ട് ബാക്കിയുള്ള കോൺമാരി മെത്തേഡിൽ ഫോൾഡ് ചെയ്ത് എടുത്ത കുർത്തകൾ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ബാസ്ക്കറ്റിനുള്ളിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അലമാരിയിൽ നമുക്ക് ഒരുപാട് സ്ഥലം കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് ഒരുമിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൽ തന്നെ ഞാനിപ്പോൾ ഒരു 9 കുർത്തകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണിത്. പിന്നെ നമ്മൾ ഈ മെത്തേഡിൽ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാക്കി വെക്കുമ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാസ്ക്കറ്റ് വെച്ച് കൊടുത്താൽ മതി. അല്ലാതെ വെറുതെ തുണിയൊന്നും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കണമെന്നൊന്നും ആവശ്യമില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ബാസ്ക്കറ്റ് വെച്ചിട്ട് അലമാരിയിൽ സ്പേസ് ഒരുപാട് ലാഭിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഞാനിതിൽ 8 കുർത്തകൾ കോൺമാരി മെത്തേഡിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു കുർത്ത കുറച്ച് വർക്കുള്ള കുർത്തയാണ്, അതുകൊണ്ട് കുറച്ച് സ്ഥലം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി വർക്കില്ലാത്ത സിമ്പിൾ കുർത്തയാണെങ്കിൽ നമുക്കത് ഒരു 9 എണ്ണം വെക്കാം. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു കുർത്തയുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ഉള്ളിൽ 9 കുർത്തയുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുർത്തകൾ ഈ രീതിയിലൊക്കെ മടക്കി എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ ചലഞ്ചുമായിട്ട് വീണ്ടും കാണാം.